ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിലെ പഴയ ലക്കടി ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഹൈവേ എന്ന് വെറും ഒരു കിലോമീറ്റർ 1,200 അത്രയൊക്കെ ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത്. ആ മതിലിൻ്റെ ലാസ്റ്റ് എൻഡ് തൊട്ട് ഫുള്ള് ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് വലിയൊരു ഗേറ്റ് കാണാം. ഈ ലാസ്റ്റ് എൻഡ് വരയ്ക്കും ഫ്രണ്ടിൽ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇവിടെയൊക്കെ ചുറ്റും ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ഇവിടം തൊട്ട് നമ്മളതിൻ്റെ ഏരിയ തുടങ്ങും. ആ ലാസ്റ്റ് നമ്മൾ കണ്ടത് വരയ്ക്കും എല്ലാവിധ വണ്ടികളും നമുക്കിവിടെ കണക്ട് ചെയ്യാം. എല്ലാ കാറും എല്ലാം നമുക്ക് എൻട്രി ചെയ്യാം. കാറ് നമുക്ക് ഉള്ളിൽ കയറ്റി വയ്ക്കാം. ഇവിടെ ശരിക്കും കാർ ഷെഡ് റൈറ്റിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പക്ഷേ ഇവിടെ പട്ടിക്കൂടും കാര്യങ്ങളൊക്കെ ആയിട്ടിപ്പോൾ വെച്ചിരിക്കുകയാണ്. ഫുള്ള് ചുറ്റും ഗാർഡനിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പലതരത്തിലുള്ള പൂക്കളും മരങ്ങളും ഒക്കെ വെച്ചിട്ട് നട്ട വെയിലത്ത് വന്ന സമയത്ത് പോലും നട്ടുച്ചയ്ക്കാണ് വന്നത്. പക്ഷേ ഇവിടെ നല്ലൊരു തണുപ്പായിരുന്നു. ഇവിടെ വലിയൊരു കിണറുണ്ട് കേട്ടോ. 12 വട്ടത്തിലുള്ള വലിയൊരു കിണറുണ്ട്. നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് നമുക്ക് തുറക്കുകയും ചെയ്യാം, അതിനകത്ത് നോക്കുകയും ചെയ്യാം. വേണ്ടല്ലേ, ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഈ വെയിലത്ത് വന്നതിൻ്റെ ഒരു ഫീലിംഗ് ഇല്ല. നല്ല തണുപ്പായിരുന്നു. നല്ലൊരു ഏരിയ, കാമൻ പീസായിട്ട് ഇരിക്കാൻ പറ്റുന്നവർക്ക് പറ്റിയ ഹൈവേന്ന് വലിയ ദൂരമില്ല. നല്ലൊരു വീട് 15 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള വിള്ളലോ സ്ക്രാച്ചോ ഒന്നുമില്ലാത്ത നല്ലൊരു വീട്. നല്ല കിണറുണ്ട്, എല്ലാം ഉള്ളത്. ഇത് വർക്ക് ഏരിയൻ്റെ അവിടെ നിന്ന് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറിപ്പോകാം കേട്ടോ. ഇവിടെ വിറകടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. കിണർ കരിങ്കല്ലും കൊണ്ട് കെട്ടിയ നല്ലൊരു കിണറാണ്. നല്ല തെളിഞ്ഞ വെള്ളം. ഇത് നമുക്ക് ഇനി വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വരുമ്പോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം. നമുക്ക് ചുറ്റുവട്ടം ഇപ്പോൾ ഒന്ന് കാണാം. നമ്മൾ ഫ്രണ്ടേജ് കണ്ടു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നമുക്ക് ഈ ഒരു മതിലിനോട് ചേർന്നൊരു നടവഴിയുണ്ട്. ഈ വഴത്ത് ഇവിടെ നിന്നൊരു ചെറിയൊരു ഇറക്കമുണ്ട്. ഈ ഒരു പോർഷന് ടോട്ടൽ 12.5 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു കുറച്ച് ഭാഗം വന്നിട്ട് ചെറിയ ഇറക്കത്തിൽ അവിടെയൊക്കെ ഫുള്ള് മരങ്ങളാണ്. ശരിക്കും വീഡിയോ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അത്രയും വാഴയും തെങ്ങും പ്ലാവും അങ്ങനെ പല മരങ്ങളും മുരിങ്ങ മരവും അങ്ങനെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കുരുമുളക്, അത്യാവശ്യം കുരുമുളകിൻ്റെ വള്ളികൾ കയറ്റിയിട്ടുണ്ട് എല്ലാത്തിലും. തേങ്ങ കണ്ട് നന്നായി കായ്ച്ചു നിൽക്കുന്നുണ്ട്. ശരിക്കും ഇവിടുന്ന് അങ്ങ് അതുവരെ നമ്മുടെ കോമ്പൗണ്ട് വാളാണ്. വീട്ടിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങയും കിട്ടും, അതുപോലെ തന്നെ എണ്ണയ്ക്കുള്ളതും എല്ലാം ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് അവർക്ക്. കുരുമുളക് വെള്ളിയൊക്കെ കയറ്റിക്കുന്നുണ്ടല്ലോ അവിടെ ലാസ്റ്റ്. അവിടെ മതിലടക്കം കുരുമുളക് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. തെങ്ങിൽ കണ്ടത് നല്ല അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് ഉള്ളത്. ഇതൊരു തെങ്ങ്, ഇവിടെ വേറൊരു തെങ്ങുണ്ട്. അത്യാവശ്യം ഒരു 5-6 തെങ്ങുണ്ട്. അതുപോലെ തന്നെ പ്ലാവ്, അങ്ങനെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന മരങ്ങളൊക്കെ ഉണ്ട്. വെക്കാനുള്ള സ്ഥലം ബാക്ക് സൈഡിലുണ്ട്. ഇനി നമുക്ക് ആൾറെഡി ഫുൾ അത് പാക്ക്ഡാണ്. അത്രയും മരങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഗാർഡനിങ്, പലതരത്തിലുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഗാർഡനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വെളിയിലൂടെയാണ് സ്റ്റെയർ കേസ് ഉള്ളത് മേലെ കയറാനായിട്ട്. ടെറസ് ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളത്. ഇതുവരെയായിട്ടും ഇവിടെ ചോർച്ചയോ വെള്ളമോ കാര്യമോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എടുക്കുന്ന ആൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഡ്രസ് വർക്കും കൂടി ചെയ്യുകയാണെങ്കിൽ ശരിക്കൊരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ നടത്താനും അതിനുള്ള വലിയൊരു സ്പേസ്, വലിയൊരു പാർട്ടി നടത്താനുള്ള സ്പേസ് വരെ ഇതിന് മേലെ തന്നെ ഉണ്ട്. അത്യാവശ്യം 1.5 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മേലേക്ക് എടുത്തിട്ട് നമുക്ക് റെൻറ്റിന് കൊടുക്കാനും പറ്റും. കാരണം വെളിയിൽ താഴൊരു വീട് മേലൊരു വീട് ആക്കിയിട്ട് കണക്ട് ചെയ്തെടുക്കാനും പറ്റും. ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്പേസ് ഫ്രണ്ടിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചാരി ഇരിക്കാനുള്ള സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. മേലെന്ന് വീഡിയോ എടുത്തിട്ടെങ്കിലും ചെടികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം തിങ്ങി നിൽക്കുന്ന കാരണമുണ്ട് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ചെടികളൊന്നും ക്ലിയറായി കാണാൻ പറ്റുന്നില്ല. ഏതൊക്കെ മരങ്ങളുണ്ട്, എന്തൊക്കെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. വീട് വെട്ടുകല്ലും കൂടെ കെട്ടിയിരിക്കുന്നത്, അതുപോലെ തന്നെ പുഴ മണലുമാണ്. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ്. നമ്മൾ താഴ്ന്ന തെങ്ങുകൾ അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ്. സോ ഇതാണ് നമ്മൾ പുറമേയുള്ള കാര്യങ്ങളൊക്കെ.
ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശം കൂടി ഒന്ന് നോക്കാം. ഫ്രണ്ടിലൊക്കെ നമുക്ക് ടൈൽസ് പതിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് കണ്ടത്. തിങ്ങിപ്പാർ നിൽക്കുന്ന മരങ്ങളോട് ചുറ്റും ചേർന്നിട്ടുള്ള നല്ല അതിമനോഹരമായിട്ടുള്ളൊരു കൊച്ചു വീട്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് പറ്റിയ നല്ലൊരു ഏരിയ. കയറുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ. ഫ്രണ്ടിൽ തന്നെ മണിച്ചിത്രത്താഴൊക്കെ പൂട്ടിൻ്റെ സിമ്പിളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു തേക്ക് കൊണ്ടുള്ള ഒരു ഡോറ് അത് ഫ്രണ്ടിലുണ്ട്. ഇതാണ് സിറ്റ് ഔട്ട് ഏരിയ. നമുക്ക് ഫ്രണ്ടിൽ കണ്ടല്ലോ, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ തന്നെ ടാർ റോഡ് ഫ്രണ്ടേജോടുകൂടി തന്നെ നമുക്ക് റോഡ് പോകുന്നുണ്ട്. കയറുമ്പോൾ തന്നെ നമുക്ക് വിശാലമായിട്ടുള്ളൊരു ഹാളാണ് കിട്ടുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസുള്ള വലിയൊരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് അവർ പൂജാ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ പൂജാ റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം മേലെ ടൈൽസിന് പഴയ കാലത്ത്, അപ്പോൾ അതിനുള്ള ചൂട് അധികം ഉള്ളിലേക്ക് അടിച്ചു കയറില്ല. ആ ടൈൽസൊക്കെ പതിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതിലെല്ലാത്തിലും ആ ഉള്ളിൽ മേലെ ടൈൽസ് ഉണ്ട് കേട്ടോ. ഇത് അറ്റാച്ച്ഡ് ആണ്. പക്ഷേ ഇന്ത്യൻ സ്റ്റൈലിലുള്ള വാഷ്റൂംസാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത്. ഒന്നിനകത്ത് നമുക്കിതിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വർഷം അവർ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് മാറ്റം വരുത്തി കഴിഞ്ഞാൽ എടുത്ത് മാറ്റും. ഇപ്പോൾ പുതിയ സ്റ്റൈലിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനുള്ള ചെറിയ ചിലവിന് അതിനകത്ത് വരാനുള്ളൂ. ഈ ഒരു വാഷ്റൂമിനകത്ത് വെസ്റ്റേൺ സ്റ്റൈലിലുള്ളതിന് കൊടുത്തിരിക്കുന്ന അത്യാവശ്യം വലുപ്പമുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂംസാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ആ ലിവിങ് സ്പേസിൻ്റെ ഏരിയ ആണ്. അവിടെ നിന്ന് നമുക്ക് നേരെ എൻട്രി ആകുന്നത് ഇവിടെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട്, അതിനോട് ചേർന്ന് ഇവിടെ ഒരു ബെഡ്റൂം കൂടിയുണ്ട്. ഈ ഒരു ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് അല്ല. ഓക്കെ, ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല. ഇങ്ങനെ 3 ബെഡ്റൂം ഉണ്ട്, 2 അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത് കിച്ചണിലേക്കാണ്. ഈ വീട് ഫേസ് ചെയ്യുന്നത് നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇപ്പോൾ കിഴക്ക് ഫേസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ അടുപ്പ് കാണാം. നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത്. അത്യാവശ്യം കബോർഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കിച്ചൺ ഏരിയ വരുന്നത്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത് ഡൈനിങ് സ്പേസ് നേരെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങണം. ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. നമുക്ക് കണ്ടാൽ ഇവിടെ നമ്മൾ കാണാം, ഇവിടെ ഒരു കോമൺ വാഷ്റൂം കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ സ്റ്റൈലിലാണ്. ഇവിടെയാണ് ഷീറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മൂലയ്ക്കായിട്ടാണ് അവർ വാഷിംഗ് മെഷീനുള്ള സ്ഥാനം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ വാഷ് ബേസിനുണ്ട്, വാഷിംഗ് മെഷീനുള്ള സ്ഥാനം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇന്ത്യൻ സ്റ്റൈലിലുള്ളതും അവിടെ തന്നെ അലക്കല്ലും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൊട്ടത്തളമുണ്ട്, ഇവിടെ അടുപ്പുണ്ട്, നമ്മൾ നേരത്തെ കണ്ടു. ഇതാണ് നമുക്ക് നേരെ കിച്ചൺ തന്നെ ഇറങ്ങി വന്നിട്ട് കിണറിന് വെള്ളം കോരാന്ന് പറഞ്ഞു. സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. പറയുകയാണെങ്കിൽ 12.5 സെൻറ്റ് സ്ഥലം, 1250 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, 2 അറ്റാച്ച്ഡ് ആണ്, 1 കോമൺ ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സോഴ്സ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ വെല്ലും ഉണ്ട്, അതുപോലെ തന്നെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട്. 15 വർഷത്തിൻ്റെ മേലെ പഴക്കമുണ്ട്. വെട്ടുകല്ലും കൊണ്ടും പഴയ മണലും കൊണ്ട് കെട്ടിയത് കൊണ്ട് തന്നെ, പുഴമണലും കൊണ്ട് കെട്ടിയത് തന്നെ അതിനുള്ള സ്ട്രോങ് നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 40 ലക്ഷം രൂപയാണ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ഹൈവേ എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ 1 to 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും നോക്കുകയാണെങ്കിൽ 10 കിലോമീറ്റർ, 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒറ്റപ്പാലത്ത് റെയിൽവേ സ്റ്റേഷനിലായാലും ബസ് സ്റ്റാൻഡിലായാലും പോയി ചേരാൻ പറ്റും. അതുപോലെ തന്നെ മൗണ്ട് സീന കോളേജ് അടുത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ ITI മൗണ്ട് സീന അടുത്തുണ്ട്. ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ നോക്കണമെങ്കിൽ 27 കിലോമീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കോളേജുകൾ, അമ്പലങ്ങൾ വളരെ നിയറസ്റ്റ് ആയിട്ടുണ്ട്, മസ്ജിദ് വളരെ നിയറസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഒത്തൊരുങ്ങിയൊരു സൂപ്പർ പ്രോപ്പർട്ടിയാണ്. അവർ ചോദിക്കുന്ന പ്രൈസും 40 ലക്ഷം ഉള്ളൂ, അതും നെഗോഷ്യബിളാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.